ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിലോഡൻഡ്രോണിൻ്റെ കുറച്ച് വെറൈറ്റി, അതേപോലെ ഫിലോഡൻഡ്രോൺ എങ്ങനെ നമുക്ക് പുതിയ ബോട്ടിലേക്കൊക്കെ വെച്ച് കൊടുക്കാമെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറച്ച് കളക്ഷൻസാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ നട്ടുകൊടുത്ത കുറച്ച് ഫിലോഡൻഡ്രോൺ വെറൈറ്റികളും ഇതിലുണ്ട്. ഒക്കെ ഏകദേശം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം നല്ലൊരു പോട്ടുകളിലൊക്കെ വെച്ച് കൊടുത്ത് ഭംഗിയാക്കി സെറ്റ് ചെയ്തിട്ടുള്ള ഫിലോഡൻഡ്രോൺ ചെടികളാണ്. അപ്പോൾ പോട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫിലോഡൻഡ്രോൺ ചെടികളൊക്കെ നല്ല പോട്ടുകളിലാണ് വെക്കുന്നതെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിലോഡൻഡ്രോണിൻ്റെ ലെമൺ ലൈം എന്ന വെറൈറ്റിയാണ്. ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുത്തതായിരുന്നു. ഇത് നമുക്കൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനാണ്. ഇത് തന്നെ നമ്മൾ പല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇത് ലെമൺ ലൈം വെറൈറ്റി തന്നെയാണ്. ഈ ഒരു വെറൈറ്റി നമ്മൾ ഇതേപോലെ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുത്തതാണ്. ചെറിയ പോട്ടുകളിലൊക്കെ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ ലെമൺ ലൈം വെറൈറ്റി. നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളൊരു ബ്ലാക്ക് പോട്ടാണ്. ഈ ഒരു പോട്ടിലേക്ക് നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. അപ്പം വേരുകളൊക്കെ വന്നിട്ടുണ്ട്. വാട്ടർ പ്ലാന്റായി വയ്ക്കുന്ന സമയത്ത് ഫിലോഡൻഡ്രോണിൽ നിറയെ വേരുകളുണ്ടാവും. വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റികൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ പോട്ടി മിക്സ് ആയി എടുക്കുന്നത് ചാണകപ്പൊടി മണ്ണും അടങ്ങുന്ന പോട്ടി മിക്സാണ്. ഇതിൽ നമ്മൾ കുറച്ച് ഉണക്ക കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോട്ടി മിക്സാണ് നമ്മൾ ഫിലോഡൻഡ്രോൺ നടാൻ വേണ്ടി എടുക്കുന്നത്. ഒരു ഡ്രൈ ആയിട്ടുള്ള പോട്ടി മിക്സ് മതി നമുക്ക് ചെടികൾ നടാൻ വേണ്ടിയിട്ട്. നമ്മൾ പോട്ടിൽ കുറച്ചൊന്ന് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫിലോഡൻഡ്രോൺ വെച്ചതിന് ശേഷം ബാക്കി ഭാഗം കൂടി ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ ഫിലോഡൻഡ്രോണിൻ്റെ പ്രത്യേകതയാണ് നിറയെ വേരുകളുണ്ടാവും. നമ്മൾ നടുന്ന പോട്ടിലൊക്കെ നിറച്ച് വേരുകളായിരിക്കും. നമ്മൾ ബുഷ് നിൽക്കാൻ വേണ്ടി 2 കട്ടിങ് എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ സെറ്റ് ചെയ്യാണ്. ഒരു ചെടി നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ചെറിയൊരു സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ, ഏതെങ്കിലും ഒരു വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല നിറവായിരിക്കും. അധികം വെയിൽ ഈ ചെടിക്ക് ആവശ്യമില്ല. അധികം വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ചെടിയുടെ ഇലകളൊക്കെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഓവർ വെളിച്ചമില്ലാത്ത എന്നാലും അത്യാവശ്യം വെളിച്ചമുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗിയുള്ള ഇലകൾ ഈ ചെടിക്ക് കിട്ടും. നമ്മൾ ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മണ്ണിലാണ് പോട്ട് ചെയ്യുന്നതെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. മണ്ണിൽ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ചെടി കേടായി പോകും. എന്നാൽ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ വെള്ളത്തിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടി അഴുകി പോകുന്നില്ല. പക്ഷേ മണ്ണിൽ നമ്മൾ നട്ട് കൊടുത്ത ചെടി വെള്ളം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഫിലോഡൻഡ്രോൺ ഏത് വെറൈറ്റി ആണെങ്കിലും കേടായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ചെടികളൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റ്സ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എത്രമാത്രം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.